നമസ്കാരം. അങ്ങനെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വൻ നേട്ടവുമായി UDF വിജയിച്ചു കയറി. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിന്റെ പുതിയ നായകനായി. 3 പതിറ്റാണ്ട് പിതാവായ ആര്യാടൻ മുഹമ്മദ് നിലനിർത്തിയ നിലമ്പൂരിനെ ആര്യാടൻ 2.0 എന്ന പേരിൽ ഷൗക്കത്ത് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 9 വർഷമായി UDFന് കിട്ടാക്കനിയായി മാറിയ നിലമ്പൂരിലെ വിജയം നൽകുന്ന ആത്മവിശ്വാസം അവർക്ക് ഒട്ടും ചെറുതല്ല. CPM നേരിട്ട് തങ്ങളുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായ സ്വരാജിനെ ഇറക്കിയിട്ടും നാടിളക്കിയുള്ള പ്രചരണം നടത്തിയിട്ടും അവർക്ക് സീറ്റ് നിലനിർത്തുവാനായതുമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ വിജയിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അത്യന്തം ഉദ്യോഗം നിറഞ്ഞ ഈ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ ചൂടുള്ള ചർച്ചയായി മാറിയ ഒന്നാണ്. PV അൻവർ എന്ന നിലമ്പൂരിലെ മഹാമേരുവിനെ മറിച്ചിടുക എന്നതായിരുന്നു ഒരു തരത്തിൽ നോക്കിയാൽ UDFനും LDFനും ഒരേ ലക്ഷ്യമായിരുന്നത്. അൻവർ കൂടി UDFൽ ചേർന്നിരുന്നുവെങ്കിൽ വൻ ഭൂരിപക്ഷം ഉറപ്പായേനെ എന്ന് വാദിക്കുന്നവർക്ക് മുന്നിൽ ഇത്രയും കടുത്ത വിപരീത സാഹചര്യത്തിലും 10,000-ന് മുകളിൽ നേടിയ ഭൂരിപക്ഷത്തിന് പൊൻതിളക്കമേറുകയാണ്. ഇനി നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ഫലം എതിരായിരുന്നുവെങ്കിൽ UDFൽ സംഭവിക്കുന്ന പൊട്ടിത്തെറി എത്രമാത്രം വലുതായിരുന്നേനെ എന്നും ഈ അവസരത്തിൽ ഊഹിക്കാവുന്നതാണ്. അൻവർ UDFന്റെ കൂടെ ആയിരുന്നെങ്കിൽ ജയിച്ചാലും തോറ്റാലും ക്രെഡിറ്റ് മുഴുവൻ അൻവർ കൊണ്ടുപോകുമായിരുന്നു. അൻവർ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായി സ്ഥാനാർത്ഥിയാകും എന്ന് പ്രഖ്യാപിച്ചത് മുതൽ സതീശനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും കുറ്റപ്പെടുത്തലുകളുണ്ടായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്ന 2 വാക്കുകളാണ് പിണറായിസവും സതീശനിസവും. ഈ 2 ഇസങ്ങളും അൻവർ ഉയർത്തിയത് തന്നെയാണ്. ഇതോടെ കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച് സതീശൻ ഇപ്പോൾ അനിഷേധ്യ നേതാവായി UDFൽ മാറിക്കഴിഞ്ഞു. ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം മാധ്യമങ്ങൾ സതീശനോട് വിജയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ അളന്നു കുറിച്ച വാക്കുകൾ കൊണ്ട് ഇത് എൻ്റെ മിടുക്കല്ല, മറിച്ച് ഒരു ടീം വർക്കിൻ്റെ ഫലമാണ് എന്നതായിരുന്നു മറുപടി. എന്നാൽ അൻവറിനെ ഇനി UDFൽ എടുക്കുമോ എന്ന ചോദ്യത്തിന് നോ കമൻസ് എന്ന കട്ടയ്ക്കുള്ള മറുപടിയിൽ തന്നെ സതീശൻ്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഇന്നേ വരെ UDFൽ കാണാത്ത തരത്തിലുള്ള മികച്ച ടീം വർക്കും ആസൂത്രണങ്ങളും ചിട്ടയായ പ്രവർത്തനവും ഉണ്ടാക്കിയെടുത്തതിൽ സതീശന് തന്നെയാണ് ക്രെഡിറ്റ് മുഴുവൻ ലഭിക്കുന്നത്. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന കോൺഗ്രസ് രീതി നിലമ്പൂരിലും ഉണ്ടാകും എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ സഹകരിച്ചു നിന്ന അൻവർ ഇടഞ്ഞു. എന്നാൽ അൻവറിന്റെ വിലപേശലിനെ അവഗണിച്ച് ഷൗക്കത്തിനെ പിൻവലിക്കുന്ന പ്രശ്നമില്ല എന്ന് സതീശൻ പ്രഖ്യാപിച്ചതിന് പാർട്ടിക്ക് പുറത്തുനിന്ന് പോലും കയ്യടി കിട്ടി. എന്തെങ്കിലും കാര്യം കിട്ടാതെ വന്നാൽ പാർട്ടി വിടുകയോ പാർട്ടിക്കെതിരെ തിരിയുകയോ ചെയ്യുന്ന തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പതിവ് രീതി ഇത്തവണ ഉണ്ടാകുവാനുള്ള ഇടം കൊടുത്തതുമില്ല. പുതിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും UDF കൺവീനർ അടൂർ പ്രകാശും യുവനേതാക്കളായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ ഉൾപ്പെട്ട പുതിയ ടീം തിരഞ്ഞെടുപ്പിൽ പുതിയൊരു നേതൃത്വം കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. തുടക്കത്തിൽ ഇടഞ്ഞു നിന്ന ലീഗിനെ അനുനയിപ്പിച്ച് ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് മുന്നോട്ട് പോയതും UDFന്റെ വിജയത്തിന്റെ ഒരു ഘടകമാണ്. ലീഗ് അരയും തലയും മുറുക്കി മുൻപെങ്കുമില്ലാത്ത വിധം നേതാക്കൾ ഉൾപ്പെടെ വീടാന്തരം കയറിയുള്ള വോട്ട് പിടുത്തവും നടത്തി. ഈ തിരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് കോൺഗ്രസിന്റെ മാത്രമല്ല ലീഗിന്റെ കൂടി ആവശ്യമായിരുന്നു. ഇപ്പോൾ UDFൽ ഉയരുന്ന പുതിയൊരു മുദ്രാവാക്യമാണ് നിലപാടെന്നൊരു വാക്കുണ്ടെങ്കിൽ ആ വാക്കിന് പേരാണ് VD സതീശൻ. ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് UDFന് മൊത്തത്തിലാണെന്നും തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ താൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തോളാം എന്ന് സതീശൻ നേരത്തെ പ്രഖ്യാപിച്ചതും വലിയ വാർത്തകളായിരുന്നു. ഇനി UDFന്റെ വിജയത്തിനെ നിഷ്പക്ഷമായി ഒന്ന് വിലയിരുത്തി നോക്കാം. പല ഘടകങ്ങളാണ് വിജയത്തിന് തുണയായത്. വിവിധ ഘടകങ്ങളുടെ വോട്ടുകൾ ഏകോപിപ്പിക്കുവാൻ കഴിഞ്ഞതും സമസ്തയും ലീഗും തമ്മിൽ പതിവ് പോലെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കിയതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. മുജാഹിദ് വിഭാഗങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള മേഖലയാണ് നിലമ്പൂർ. മുജാഹിദ് നേതാക്കളെ നേരിട്ട് കണ്ട് രാഷ്ട്രീയ സാഹചര്യം വിശദീകരിച്ച് അവരുടെ പിന്തുണയും UDF ഉറപ്പാക്കി. ജമാഅത്തെ ഇസ്ലാമി UDFനെ പിന്തുണച്ചതിൽ അതൃപ്തി ഉണ്ടായിരുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കൊപ്പമുള്ള AP വിഭാഗത്തിന്റെ എതിർപ്പ് കാര്യമായി ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രമങ്ങളും അവർ നടത്തി. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള ഇടപെടലിലൂടെ BDJSന്റെ നല്ലൊരു വിഭാഗം ഈഴവ വോട്ടുകളും ഷൗക്കത്തിന്റെ പെട്ടിയിലേക്ക് വീഴ്ത്തി. പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകളെയും ഒപ്പം നിർത്തി. ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിൽ നിരവധി എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും എതിർ സ്വരങ്ങൾ ഉയർത്തുന്നവരെ നേരിൽ കണ്ട് അനുനയിപ്പിക്കുവാനും നേതാക്കളുമായി നേരിട്ട് സംസാരിച്ച് അവരെ ഒപ്പം നിർത്തുവാൻ സതീശൻ മിടുക്കു കാണിച്ചു. ഇവയെല്ലാം UDFന്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. നിലമ്പൂരിന്റെ ശരിക്കുള്ള മിടുപ്പ് നന്നായി അറിയാവുന്ന അൻവറിന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറം അൻവറിനെ ഞെട്ടിച്ച ഇടപെടലുകളാണ് സതീശൻ നടത്തിയത്. മാധ്യമങ്ങളിൽ പരസ്യമായി അധിക്ഷേപിച്ച് തന്നെ വെല്ലുവിളിച്ച അൻവറിനോട്
ഒട്ടും സമരസപ്പെടാതെ അൻവറിനെ തളയ്ക്കുവാൻ സതീശന് കഴിഞ്ഞു. ഒരു കണക്കിൽ നോക്കിയാൽ ഈ തിരഞ്ഞെടുപ്പിലെ യഥാർത്ഥ മത്സരം അൻവറും സതീശനും തമ്മിലായിരുന്നു. സ്വരാജിനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയിട്ടും പരാജയപ്പെടുമ്പോൾ CPM-ന് രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇനി പുനഃപരിശോധിക്കേണ്ടി വരികയാണ്. ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ സതീശന്റെ ഗ്രാഫ് കുത്തനെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, വളരെ സൂക്ഷ്മതയോടെയുള്ള പ്രതികരണങ്ങളാണ് സതീശൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തുന്നത്. കാരണം സതീശന് നന്നായി അറിയാം, വാക്കുകളിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അതുമൂലമുണ്ടാകുന്ന പൊല്ലാപ്പുകളും അതുകൂടാതെ പാർട്ടിയിലെ അണികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നതും. തീരുമാനങ്ങളെല്ലാം UDF ഒറ്റക്കെട്ടായി എടുത്തതാണെന്നും അത് പറയുവാനുള്ള ചുമതല മാത്രമാണ് തനിക്കുള്ളതെന്നും പ്രസ്താവിക്കുന്നതിലൂടെ പാർട്ടിയിലെ മറ്റെല്ലാ നേതാക്കൾക്കും ഉത്തരവാദിത്വം വീതിച്ചു നൽകുകയാണ് സതീശൻ. ഗോവിന്ദൻ മാഷ് തിരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്ത് RSSനെ കുറിച്ച് നടത്തിയ പ്രസ്താവനയെ വിശദീകരിക്കുവാൻ ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങുകയും മൈക്ക് കാണുമ്പോൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറയരുത് എന്ന് താക്കീത് നൽകുകയും ചെയ്തത് വലിയൊരു രാഷ്ട്രീയ വാർത്ത തന്നെയായിരുന്നു. ഇവിടെ അൻവർ നേടിയ 19,000-ഓളം വോട്ടുകൾ പ്രതികൂലമായി ബാധിച്ചത് ഇടത് ക്യാമ്പിനെയാണ്. മുൻപ് PC ജോർജ് ഇരു മുന്നണികളെയും ബഹുദൂരം പിന്നിലാക്കി വിജയം നേടിയ ശേഷം അതേ അവസ്ഥ നിലമ്പൂരിൽ ഉണ്ടാകുമോ എന്നും മുന്നണികൾ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് നൽകുന്ന മറ്റൊരു റിസൾട്ട് എന്താണെന്ന് നോക്കിയാൽ പിണറായിസത്തെയും അൻവറിസത്തെയും മറികടന്ന് സതീശനിസം മുന്നേറുന്നതാണ്. മറ്റൊരു വാർത്താ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.